ഗിരീഷേട്ടനെ എങ്ങനെ കണ്ടുമുട്ടി? ഗിരീഷേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അക്ഷരം എന്ന് പറഞ്ഞ സിബി മലയിൽ സാറിൻ്റെ റെക്കോർഡിങ് ഞാനുണ്ട്, അതിലുണ്ട്. ഗസ്റ്റ് റോളാണേ. ഓക്കെ ഓക്കെ. അതിൽ പാട്ട് എൻ്റെ ഗുരുനാഥനാണ്, പെരുമ്പാവൂർ ജി രഘുനാഥ് സാറാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനായിട്ട് മ്യൂസിക് കണ്ടക്ടർ. അങ്ങനെ പ്രസാദ് 70mm സ്റ്റുഡിയോയിൽ അവിടെ ഇങ്ങനെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മെലിഞ്ഞ ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വരുന്നത്, ഗിരീഷേട്ടൻ. ഓക്കെ. അപ്പൊ ഇതിനു മുമ്പ് ജയചന്ദ്രന്റെ ഇത് വല്ലതും ഗിരീഷേട്ടൻ കേട്ടിട്ടില്ല? ഇല്ല, ഞാനന്ന് കണ്ടക്ട് ചെയ്യുന്ന കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് വൈകുന്നേരം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്കെന്തോ ഒരു സ്പാർക്ക് ഉണ്ട്, നിന്നെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് കോഴിക്കോട് ഭാഷ, അതെ ടോണ്, അപ്പൊ അങ്ങനെ ആണ് ഗിരീഷേട്ടൻ എന്നെ കണ്ടെത്തിയതെന്ന് പറയാം. ഗിരീഷേട്ടന് ആദ്യമേ എനിക്കുണ്ടായിരുന്ന കോൺഫിഡൻസിനേക്കാൾ കൂടുതൽ ഗിരീഷേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ഗിരീഷേട്ടൻ അതിൻ്റെ ഡയറക്ടർ സുനിൽ 3 ദിവസം കഴിഞ്ഞിട്ട് പ്രസാദ് 70mm വന്നപ്പോൾ ഗിരീഷേട്ടൻ പറഞ്ഞു, ഇവനാണ് അടുത്ത നിന്റെ സിനിമയിൽ സംഗീതം ചെയ്യുന്നത്. അവർ വളരെ നല്ല ഫ്രണ്ട്സ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് അത്ഭുതമായിരുന്നു. കാരണം ഞാനന്ന് സ്വതന്ത്രമായിട്ട് സംഗീതം ചെയ്യാനായിട്ടുള്ള കഴിവ് എനിക്കുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്നെ തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇത് പറഞ്ഞപ്പോൾ പേടി വന്നില്ലേ? ഞാൻ പറഞ്ഞു, ഗിരീഷേട്ടാ ഇത് എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ലെന്ന് പറഞ്ഞു. ആ കോൺഫിഡൻസ് ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ യത്തീമിൻ സുൽത്താൻ വന്നേ, മുഞ്ചേറും മുൽത്താൻ വന്നേ, സുവർഗത്തെ സുജായി വന്നേ, ഈ പാട്ടാ. സപ്പോസ് ജയചന്ദ്രൻ ഇച്ചിരി മെനക്കെട്ട് കഷ്ടപ്പെട്ട് ഒക്കെ ഒരു മ്യൂസിക് ചെയ്തു എന്ന് വെച്ചോ, നമ്മളൊരു ഡയറക്ടറിന് മുന്നേ പ്രസന്റ് ചെയ്യുക. അഫ്കോഴ്സ് ദ പേഴ്സൺ ഹു ഡയറക്ട്സ് ദ മൂവി ചെയ്യുമ്പോൾ പെട്ടെന്ന് പറയാണ്, ഓ ഈ മ്യൂസിക് ഒന്നും ശരിയല്ല, മാറ്റണം എന്ന് പറയുമ്പം ഉണ്ടാവുന്ന ജയചന്ദ്രൻ്റെ ഒരു അവസ്ഥ. ആദ്യമൊക്കെ എനിക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷെ ഞാനെപ്പോഴും ഒരു ഡയറക്ടേഴ്സ് മ്യൂസിക് ഡയറക്ടറാണ്. ഓക്കെ. അപ്പോൾ ഡയറക്ടറാണ് ക്യാപ്റ്റൻ. അതെ. അപ്പോൾ ക്യാപ്റ്റൻ എന്ത് വേണമോ അത് കൊടുക്കേണ്ടത് മ്യൂസിക് ഡയറക്ടറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതൊക്കെ അത് നമ്മൾ കമേഴ്ഷ്യൽ ഒഫീഷ്യലായിട്ട് പറയുമ്പോൾ ഓക്കെ അല്ല, ഒഫീഷ്യലായിട്ട് പറയുകയല്ല, അത് നമ്മൾ അനുഭവിക്കണം. ഓക്കെ. ഇത് അനുഭവിക്കുമ്പോഴേ ശരിക്കൊരു സംഗീത സംവിധാനം ആകും. അല്ല, എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ നമുക്കൊരു വിഷമം തോന്നില്ല. അല്ല, വിഷമമല്ല. ഞാൻ ഉദ്ദേശിച്ച ആ മ്യൂസിക്കാലിറ്റി അല്ലായിരിക്കും ഡയറക്ടറുടെ വിഷ്വൽസിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കേട്ടർ ചെയ്താൽ പറ്റൂ. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്, ഇഷ്ടം പോലെ മാറ്റി ചെയ്തിട്ടുണ്ട്. പ്രിയ എങ്ങനെ പോകുന്നുണ്ടോ ബിസിനസ് ഒക്കെ? കുഴപ്പമില്ല. ഓക്കെ. എന്നാ പറയുക, ഞാനും ഇതിന്റെ ഇടയിൽ ഒരു കേറ്ററിംഗ് ഒക്കെ ഞാനും എൻ്റെ സിസ്റ്റർ ഇൻ ലോയും കൂടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ശരിക്കും ജയചന്ദ്രൻ എന്നെ ഒത്തിരി പ്രിയ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ കാര്യത്തിൽ. എന്നാ പറയുന്നത്, ABCD പിച്ച വെച്ച് നടക്കുന്ന ഞങ്ങളെ കുറച്ചൊക്കെ ഇന്ന പോലെ ചെയ്യടോ എന്ന് പറഞ്ഞു തന്നത് ശരിക്കും പ്രിയ. പക്ഷേ പ്രിയയുടെ കേറ്ററിംഗിൽ ഫുഡൊക്കെ കഴിച്ചു നോക്കണം, എന്നാ നല്ല ഫുഡാണ്. ഏറ്റവും നല്ലതായിട്ട് പറയാനുള്ളത് എനിക്ക് ഇപ്പോഴും അവിടുത്തെ ബേക്കറിയിലെ ഫുഡാണ് കേട്ടോ. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് തരാനുണ്ടാക്കിയത് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം, ഞാനും കട്ട്ലേറ്റ് ആണ്. പക്ഷെ പ്രിയ അത്രേ എത്തത്തില്ല, പക്ഷെ എന്നാലും ഇച്ചിരിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇനി അത് വേണം. ശരി. ജയചന്ദ്ര, ശരിക്കും നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ എനിക്ക് പറയാനേ, ഞാൻ എന്നെ ആദ്യം ഉപദേശിച്ച് നന്നാക്കിയിട്ട് വേണം മറ്റുള്ളവരെ ഉപദേശിക്കാൻ എന്ന് പറയും. ജയചന്ദ്ര കുറച്ച് വണ്ണമൊക്കെ കുറയ്ക്കണം തോന്നുന്നില്ലേ? ഇടയ്ക്ക് കുറച്ചാലല്ലേ പിന്നെ കൂട്ടാൻ പറ്റും. അങ്ങനെ ഉദ്ദേശത്തിലാണല്ലേ. പക്ഷെ ഞാനൊക്കെ ഈ പറഞ്ഞ കൂട്ടൊന്ന് കുറയ്ക്കാൻ നോക്കിയിട്ട് ഒന്ന് കുറയുന്നത് പോലുമില്ല. ജയചന്ദ്ര ശരിക്കും അതിന് വല്ല ടിപ്പോ അങ്ങനെ വല്ല ഉണ്ടോ? ഇന്ന ആഹാരം കഴിക്കാൻ പാടില്ല, കാർബോഹൈഡ്രേറ്റ്സ് അവോയ്ഡ് ചെയ്യാം. അതായത് ചുരുക്കം പറഞ്ഞാൽ വായിക്ക് രുചികളൊന്നും തിന്നാൻ പാടില്ല എന്നാണോ? അങ്ങനെയല്ല, റൈസ് അവോയ്ഡ് ചെയ്താണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചോറാണ്. പ്രിയക്കോ? അത് തന്നെയാണ്. കണ്ടോ, ഇതൊക്കെ വേണ്ടാത്തീനല്ലേ ജയചന്ദ്രൻ? മോഹം വിട്ടേക്കോ.